കേരളത്തിലെ മലപ്പുറം ജില്ലയിലെ പെരിന്തൽമണ്ണയ്ക്ക് സമീപം അങ്ങാടിപ്പുറം എന്ന സ്ഥലത്തുള്ള ഒരു പുരാതന ക്ഷേത്രവും പ്രസിദ്ധമായ തീർത്ഥാടന കേന്ദ്രവുമാണ് തിരുമാന്താംകുന്ന് ശ്രീ ഭഗവതി ക്ഷേത്രം. വള്ളുവക്കോനാതിരിമാരുടെ കുലദൈവവും സാക്ഷാൽ ആദിപരാശക്തിയുമായ ശ്രീ ഭദ്രകാളിയാണ് മുഖ്യപ്രതിഷ്ഠ. ആചാരപ്പെരുമഴയിൽ അങ്ങാടിപ്പുറം തിരുമാന്താംകുന്ന് ഭഗവതി ക്ഷേത്രത്തിൽ ക്ഷേത്രോത്പത്തിയുമായി ബന്ധപ്പെട്ട ഐതിഹ്യ പെരുമഴയിൽ നടക്കുന്ന ഒരു ചടങ്ങാണ് ആട്ടങ്ങയേറ്. ഭൂതഗണപടയെ പ്രതിരോധിക്കാൻ മാന്ധാതാവ് മഹർഷിയുടെ ശിഷ്യരെന്ന സങ്കല്പത്തിൽ വടക്കേ നട കയറി എത്തുന്നവർക്കു നേരെ മുകളിൽ നിന്ന് ആട്ടങ്ങയെറിയുന്ന ചടങ്ങാണിത്. ഭദ്രകാളിയുടെ ഭൂതഗണങ്ങൾ എന്ന സങ്കല്പത്തിൽ ആട്ടങ്ങയെറിഞ്ഞ് വടക്കേ നട കയറി ഭക്തജനങ്ങൾ ക്ഷേത്രത്തിലേക്ക് മുന്നേറും. ഈ വർഷം 2025 ഒക്ടോബർ 18 ശനിയാഴ്ച ആട്ടങ്ങയേറ് നടന്നു. തിരുമാന്താംകുന്ന് ഭഗവതി ക്ഷേത്രത്തിൽ ഭക്തിയുടെ ആവേശമായി മാറിയ ആട്ടങ്ങയേറ് പരമശിവൻ മാന്ധാതാവ് മഹർഷിക്ക് വരമായി നൽകിയ ശിവലിംഗം വീണ്ടെടുക്കാനെത്തിയ ഭദ്രകാളിയും ഭൂതഗണങ്ങളും പ്രതിരോധിച്ച് മാന്ധാതാവ് മഹർഷിയുടെ ശിഷ്യഗണങ്ങളും തമ്മിലുണ്ടായ ഘോര യുദ്ധത്തെ ഭക്തർ ആട്ടങ്ങയേറിലൂടെ പുനരാവിഷ്കരിച്ചു. ഭൂതപ്പടയുടെ അസ്ത്രങ്ങളെ പ്രതിരോധിക്കാൻ മഹർഷി ശിഷ്യർ പറിച്ചെറിഞ്ഞ ആട്ടങ്ങളിലെ ഓരോ വിത്തുകളും അസ്ത്രങ്ങളായി രൂപാന്തരപ്പെട്ടു എന്നതാണ് ഐതിഹ്യം. പന്തീരടി പൂജയ്ക്ക് തൊട്ടു മുൻപായി ഭക്തജനങ്ങൾ വടക്കേ നടയിൽ 10 നടയുടെ താഴെയും ക്ഷേത്രമുറ്റത്തുമായി 2 ചേരികളിലായി നിന്ന് ഭഗവതിയെ മനസ്സിൽ ധ്യാനിച്ച് ആട്ടങ്ങ കൊണ്ട് പരസ്പരം എറിയും. ചടങ്ങിൽ ഏറുകൊള്ളുന്നതും എറിയുന്നതും അനുഗ്രഹദായകമെന്നാണ് ഭക്തരുടെ വിശ്വാസം. പൂജ കഴിഞ്ഞ് നട തുറക്കുന്നതോടെ ഇരുചേരിയും ക്ഷേത്രമുറ്റത്തു നിന്ന് നാലമ്പലത്തിനകത്തേക്ക് ആട്ടങ്ങകൾ വർഷിക്കും. തുടർന്ന് കൂപ്പുകൈകളുമായി പ്രാർത്ഥനാപൂർവം നാലമ്പലത്തിനകത്തെത്തി ഭഗവതിയെ തൊഴുതു മടങ്ങും. അമ്മേ നാരായണ.